2 മത്സരങ്ങൾ കൊണ്ട് ഒരു ടീമിനെ വിമർശിക്കുന്നത് ശരിയല്ലെന്നറിയാം. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ വിധം തോൽക്കുന്നത് കാണുമ്പോഴാണ് വിമർശിക്കാൻ തോന്നുന്നത്. ചെന്നൈക്ക് വിനയാകുന്നത് അവരുടെ ടോപ്പ് ഓർഡർ തന്നെയാണ്. ആദ്യം പൊളിക്കേണ്ടത് ഓപ്പണിംഗ്. ഋതുരാജ് ഗെയ്ക്വാദും സഞ്ജു സാംസണും ചേരുന്ന ഓപ്പണിംഗ് ചെന്നൈക്ക് ചേർന്നതാണ്. പക്ഷേ റണ്ണൊഴുകുന്ന ബാറ്റർമാർക്ക് വലിയ മേധാവിത്വമുള്ള IPL-ന് ചേർന്നതല്ല. ഇന്ത്യൻ ടീമിലും രാജസ്ഥാൻ റോയൽസിലും എന്ന പോലെ സഞ്ജു സാംസണ് ഓപ്പണിംഗ് പെയറായി ഒരു ഫ്രീ ഫ്ലോയിങ് പ്ലെയർ വേണം. അനായാസം റൺസ് അടിച്ചു കൂട്ടുന്ന വിക്കറ്റിനെ കുറിച്ച് ആവലാതിയില്ലാത്തൊരു താരം വരുമ്പോൾ സഞ്ജു തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കും. ചെന്നൈയിൽ അതല്ല സ്ഥിതി. രാജസ്ഥാനെതിരായ ആദ്യ മത്സരത്തിൽ സഞ്ജു 7 പന്തിൽ 6 റൺസ് എടുത്ത് പുറത്തായി. ഋതുരാജ് ആവട്ടെ 11 പന്തിലാണ് 6 റൺസ് എടുത്തത്. 2 ഓവർ പൂർത്തിയായപ്പോൾ തന്നെ ഓപ്പണിംഗ് പൊളിഞ്ഞു. ചെപ്പോക്കിലെ സ്വന്തം കാണികൾക്ക് മുന്നിൽ പഞ്ചാബിനെതിരെ കളിക്കാനിറങ്ങിയപ്പോഴും മാറ്റമൊന്നുമില്ല. സഞ്ജു 7 പന്തിൽ 7 റൺസ് എടുത്ത് പുറത്ത്. ഋതുരാജ് ആവട്ടെ 28 റൺസ് എടുക്കാനെടുത്തത് 22 പന്തുകൾ. ഓപ്പണിംഗ് പെയർ ഒരിക്കൽ കൂടി 2 ഓവറിനുള്ളിൽ പൊളിഞ്ഞു. സഞ്ജുവിൻ്റെ രാജസ്ഥാനിൽ നിന്നുള്ള കൂടുമാറ്റം യാഥാർത്ഥ്യമായി. പിന്നീട് ലോകകപ്പിലടക്കം സഞ്ജു ഓപ്പണിംഗിൽ മിന്നിച്ചത് മുതൽ ക്രിക്കറ്റ് സർക്കിളുകളിലെ ചർച്ചകളിലൊന്ന് സഞ്ജു സാംസൺ ആയുഷ് മാത്രേ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ സീസണിൽ ചെന്നൈ പട്ടികയിൽ ഏറ്റവും പിന്നാക്കം പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അവരുടെ ടോപ്പ് ഓർഡർ തന്നെയായിരുന്നു. രജിൻ രവീന്ദ്ര, ഡെവോൺ കോൺവേ, രാഹുൽ ത്രിപാഠി അടക്കം ഓപ്പണിംഗിൽ പരീക്ഷണങ്ങൾ പലതും നടന്നു. പിന്നീടാണ് ആയുഷ് മാത്രേ വരുന്നത്. കിട്ടിയ അവസരങ്ങൾ മാത്രേ ഉപയോഗപ്പെടുത്തി. 188 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ മാത്രയുടെ ബാറ്റിംഗ് ആവറേജ് 34 എന്നാൽ ഇത്തവണ സീസണ് മുന്നോടിയായി നടന്ന ക്യാപ്റ്റൻസ് മീറ്റിനിടെ ഋതുരാജ് ഗെയ്ക്വാദ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു താനും സഞ്ജുവും തന്നെയാണ് ചെന്നൈയുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്ന്. ഇതോടെ ആയുഷ് മാത്രേ 1 ഡൗൺ പൊസിഷനിൽ കളിക്കേണ്ടി വന്നു. മാത്രേ 1 ഡൗണിൽ മോശമെന്നല്ല പറഞ്ഞു വരുന്നത്. ഇക്കഴിഞ്ഞ അണ്ടർ-19 ലോകകപ്പിലടക്ം 3-ാം നമ്പറിൽ അദ്ദേഹം ടീമിനായി മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ ഓപ്പണറായി ഇറങ്ങിയ ശേഷമാണ് മാത്രം പിന്നീട് 1 ഡൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഈ IPL-ൽ തന്നെ ആദ്യ മത്സരത്തിൽ ഗോൾഡൻ ഡെക്കായെങ്കിലും അടുത്ത മത്സരത്തിൽ മാത്രമേ തിരിച്ചു വന്നു. പഞ്ചാബിനെതിരെ 43 പന്തിൽ 73 റൺസാണ് ആയുഷ് അടിച്ചെടുത്തത്. പിന്നീട് ശിവം ദുബെയും സർഫറാസ് ഖാനും മിന്നിയതോടെ സ്കോർ 200 കടന്നു. കഴിഞ്ഞ സീസൺ പവർ പ്ലേയിൽ CSKയുടെ ശരാശരി റൺ റേറ്റ് 8.7 ആയിരുന്നു. ടൂർണമെൻറ്റിലെ ഏറ്റവും ലോവസ്റ്റ് ആയിരുന്നു ഇത്. സഞ്ജുവിൻ്റെ വരവോടെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതിനേക്കാൾ മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥ. സഞ്ജുവിനെ സംബന്ധിച്ച് ഒരൊറ്റ ഇന്നിംഗ്സ് മതി ട്രാക്കിലാകാൻ. ലോകകപ്പിൽ നമ്മളത് കണ്ടതാണ്. ന്യൂസിലൻഡിനെതിരായ ലോകകപ്പിന് തൊട്ടു മുൻപ് നടന്ന സീരീസിലും ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിലും സഞ്ജുവിന് തിരിച്ചടിയായിരുന്നത് അപ്രോച്ചായിരുന്നു. അനാവശ്യമായ ഫുട് മൂവ്മെൻറ്റ്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി. ലോകകപ്പിലെ താരമായി, നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി. എന്നാൽ IPL-ലേക്ക് എത്തിയപ്പോൾ വീണ്ടും ആ ബാധ സഞ്ജുവിനെ പിടികൂടിയെന്ന് തോന്നുന്നു. പഞ്ചാബിൻ്റെ 2-ാം ഓവർ എറിയാനെത്തിയത് ഓസ്ട്രേലിയൻ പേസർ സാവിയർ ബാർലറ്റ് ആയിരുന്നു. 5-ാമത്തെ പന്തിൽ ബൗണ്ടറി നേടി സഞ്ജു പ്രതീക്ഷ നൽകിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ ചെപ്പോക്കിനെ നിരാശനാക്കി താരം പുറത്തായി. ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയ ഗുഡ് ലക്ക് ബോളിനെതിരെ സഞ്ജു ഇടതുവശത്തേക്ക് മാറി ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ചു. എഡ്ജായ പന്ത് നേരെ വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക്. അനാവശ്യമായ ഫുട് മൂവ്മെൻ്റാണ് ആ വിക്കറ്റ് നഷ്ടമാക്കിയത്. ഋതുരാജ് ഒരിക്കലും അഗ്രസീവ് മോഡിൽ കളിക്കില്ല. ഇതോടെ സഞ്ജുവിന് റിസ്ക് എടുക്കേണ്ടി വരും. അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിഞ്ഞ് പോകുകയും ചെയ്യും. ആരെന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ സഞ്ജു ഋതുരാജ് കോംബോയിൽ കാണാം. ആയുഷിൻ്റെ അപ്രോച്ചാണ് സഞ്ജുവിന് നല്ലത്. സഞ്ജു ആയുഷ് പെയർ ഓപ്പണിംഗ് വന്ന് ഋതുരാജ് 1 ഡൗൺ പൊസിഷനിൽ നോക്കിയാൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഡെവാൾ ബ്രെവിസ് കൂടെ ഫിറ്റ്നസ് വീണ്ടെടുത്തെത്തിയാൽ ബാറ്റിംഗിലെ ആശങ്കകൾ പരിഹരിക്കാനാകും. ദുബൈയും സർഫറാസും തങ്ങളുടെ റോൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം 2-ാം മത്സരത്തിലും തോറ്റതോടെ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് മുൻ താരങ്ങളായ മൈക്കൽ വോനും സൈമൺ ഡൂളും. CSKയിലേക്ക് സഞ്ജു സാംസൺ എത്തിയതോടെ ടീം ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് അസ്വസ്ഥനാണെന്നാണ് ഇരുവരും പറഞ്ഞു വെക്കുന്നത്. സ്വന്തം തട്ടകത്തിൽ പഞ്ചാബ് കിങ്സിനോടേറ്റ തോൽവിക്ക് പിന്നാലെ ക്രിക്ബസിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഇരുവരും വിവാദ പരാമർശം നടത്തിയത്. ഗെയ്ക്വാദിന് സഞ്ജുവിനെ ഭയമാണോ? തൻ്റെ നായകസ്ഥാനത്തിന് സഞ്ജു ഒരു ഭീഷണിയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ? മൈക്കൽ വോണിൻ്റേതായിരുന്നു ചോദ്യം. അതിന് തീർച്ചയായുമെന്നായിരുന്നു സൈമൺ ഡൂളിൻ്റെ മറുപടിയും. ഏറെക്കാലം CSK നയിച്ച വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റനായിരുന്ന MS ധോണി അദ്ദേഹത്തിന് പകരക്കാരനായി സഞ്ജുവിനെ പോലെ പരിചയസമ്പന്നനായ ഒരു നായകനെ കൊണ്ടുവന്നത് ഗെയ്ക്വാദിന് സമ്മർദ്ദമുണ്ടാക്കുന്നുവെന്ന് ബോണും വ്യക്തമാക്കി. നീയാണ് നായകൻ, ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ സഞ്ജുവിനെ പോലൊരു മികച്ച ക്യാപ്റ്റനെയും വിക്കറ്റ് കീപ്പറെയും ടീമിലെത്തിക്കുന്നത് ഗെയ്ക്വാദിനെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുമെന്നും വോൺ പറയുന്നു. ബൗളിംഗാണ് ചെന്നൈ അലട്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. മാറ്റ് ഹെൻറിക്ക് പഴയ മാറ്റില്ല.
പഞ്ചാബിനെതിരെ 14-നടുത്താണ് ഹെൻറിയുടെ ഇക്കോണമി. രാജസ്ഥാനെതിരെ വിട്ടുകൊടുത്തത് 3 ഓവറിൽ 40 റൺസും. അൻഷുൽ കാംബോജ് രാജസ്ഥാനെതിരെ ഭേദപ്പെട്ട രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും പഞ്ചാബിനെതിരെ നല്ല അടി കിട്ടി. ഖലീൽ അഹമ്മദാണ് കൂട്ടത്തിൽ ഭേദം. നൂർ അഹമ്മദ് റൺസ് നന്നായി വിട്ടുകൊടുക്കുന്നുമുണ്ട്, വിക്കറ്റാണെങ്കിൽ എടുക്കുന്നുമില്ല. വിദേശ താരങ്ങളുടെ കാര്യത്തിലും ടീമിന് വ്യക്തമായ പ്ലാനിംഗ് ഇല്ല. മറ്റ് ടീമുകളെല്ലാം വിദേശ താരങ്ങളെ കോട്ടയ്ക്കനുസരിച്ച് അണിനിരത്തുമ്പോൾ ചെന്നൈയുടെ കാര്യം വിചിത്രമാണ്. രാജസ്ഥാനെതിരെ മാറ്റ് ഷോട്ട്, ജാമി ഓവർട്ടൺ, നൂർ അഹമ്മദ്, മാറ്റ് ഹെൻറി എന്നീ 4 വിദേശ താരങ്ങളെയും കളിപ്പിച്ചു. എന്നാൽ പഞ്ചാബിനെതിരായ 2ാം മത്സരത്തിൽ നൂറും ഹെൻറിയും മാത്രം കളത്തിൽ. ആദ്യ മത്സരത്തിൽ 100 കടത്തിയ നാണക്കേട് ഒഴിവാക്കിയ ജാമി ഓവർട്ടൺ ടീമിലില്ല. ഋതുരാജിന് ക്യാപ്റ്റൻ എന്ന നിലയിലും ഒന്നും ചെയ്യാനാകുന്നില്ല. ബൗളിംഗ് ചേഞ്ചസിലോ ഫീൽഡ് പ്ലേസിങ്ങിലോ ഒട്ടും കോൺഫിഡൻ്റ് അല്ല ഋതു. ചെപ്പോക്കിൽ ചെന്നൈയുടെ തുടർച്ചയായ 6ാം തോൽവിയാണിത്. IPL നായകനായി ഋതുരാജും തുടർച്ചയായി തോൽക്കുന്നത് ഇത് 6ാം തവണ. ഇതിനേക്കാൾ ആവറേജ് ടീമുമായി അത്ഭുതം കാണിച്ചിട്ടുണ്ട് ധോണി. ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു, 2 മത്സരങ്ങൾ കൊണ്ട് ഒരു ടീമിനെ വിമർശിക്കുന്നത് ശരിയല്ലെന്നറിയാം. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ വിധം തോൽക്കുന്നത് കാണുമ്പോഴാണ് വിമർശിക്കാൻ തോന്നുന്നത്.